ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വട്ടം ക്ലാപ്പ് ചെയ്യണം കേട്ടോ, ഒറ്റ വട്ടം. ഞാൻ തെറ്റെന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 2:16 ജഡമോഹം, വിൺമോഹം, മനസ്സിലായി? തെറ്റിന് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം തെറ്റാണ്. ലോകത്തിലുള്ളതെല്ലാം മുകളിൽ നിന്നല്ല, മനസ്സിലായി? പിതാവിൽ നിന്നല്ല, ബാഗിൽ നിന്നത്രേ, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പൊ ഞാൻ ശരിയായിട്ട് പറഞ്ഞു. ഇന്നലെ നമ്മൾ പഠിച്ച വർക്ക് ബുക്കിലെ പാഠം എന്ന് പറയുന്നത് ലോകത്തോട് അനുരൂപമാക്കുന്ന മോഹം. ഏദൻ തോട്ടത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. അവിടുന്ന് കൗശലമേറിയ പാമ്പ് അവരെ ചതിച്ചത് പഠിച്ചു. പിന്നെ എന്താണ്, പാമ്പ് നമ്മളെയും എന്താണ് ചതിക്കും. കഴിച്ചു അല്ലേ? ആപ്പിളല്ല, ഒരു ഫലം കേട്ടോ. അപ്പോൾ ഇപ്പോഴും പിശാച് ഇപ്പൊ ചൂണ്ട കണ്ടതുപോലെ ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. മൊബൈൽ ഫോൺ കണ്ടോ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമ്മൾ പിശാചിൽ നിന്ന് ഓടി മാറണം. നമ്മളത് വീഴാൻ പാടില്ല. ആദാമിനോട് ദൈവം എന്താ പറഞ്ഞിരുന്നത്? തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ളൊരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലം നീ കഴിക്കരുത്. പക്ഷേ ആരാ അത് പറിച്ചു കഴിച്ചത്? ഹൗവ. പിന്നെ അത് ആർക്ക് കൊടുത്തു? ആദാമിന് കൊടുത്തു. രണ്ടുപേരും കഴിച്ചു. രണ്ടുപേരും ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ കേട്ടോ, നിങ്ങളോട് ഇടയ്ക്ക് പിശാച് വന്നിട്ട് ഇങ്ങനെ പറയും, ക്ലാസ്സിലിരുന്ന് സംസാരിച്ചോ, കുഴപ്പമില്ല, ധർമ്മരാജങ്ങള് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഇടയ്ക്ക് വന്ന് പറയും. നമ്മൾ പിശാചിനെ അനുസരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് പഠിക്കണം അല്ലേ? ഈ ഹൗവ അത് പറിച്ചു കഴിച്ചു, ആദമിനും കൊടുത്തു. അവരെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. കാരണം എന്താ? ലോകത്തോട് അനുരൂപമാക്കുന്ന മോഹം. അവർക്ക് മോഹമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരുമിച്ചൊന്ന് വായിക്കാമോ? അക്ഷരം വായിക്കാൻ അറിയാമോ?